ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എൻ്റെ വൈറ്റിപ്പഴപ്പ്. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. വെറുതെ ഇല്ലാത്ത ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്തിനാ എഴുതി പിടിപ്പിക്കണം? ആ ചെക്കൻ്റെ ജീവിതം കൊണ്ട് പോകണം. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. എന്നെ ഇട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഒരല്പം ദയ കാണിക്കണം. ആളുകൾ തെറ്റിദ്ധരിക്കും. ഇതുവരെ സമ്പാദിച്ചാൽ ഒരല്പം മാന്യത മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. അതുകൂടി ഇല്ലാതാക്കരുത്. കൺസെന്റ് ഇല്ലാണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ അതാണായാലും പെണ്ണായാലും ആർക്കും അവകാശമില്ല. അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെ. അറിയാതെ അയാളൊന്ന് കൈ തട്ടാം, വേണമെന്നുണ്ടെങ്കിൽ ബാക്കോട്ട് ഇറങ്ങിയേക്കാം. നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ നിന്നിട്ട് തിരിഞ്ഞു നിന്നു നേരെ. അതായത് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് നിന്ന നിങ്ങൾ ഇങ്ങോട്ട് നിന്നു. അതെന്തിനായിരുന്നു? അതിന്റെ സൈക്കോളജി ഒന്ന് പറഞ്ഞുതരാമോ? എനിക്കിഷ്ടമില്ലാത്ത കണ്ടാൽ ഞാൻ തുറന്നു പറയും. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചത്. ഊഹിക്കുന്നുടാ പട്ടി. ഈ സൈക്കോളജിനെ കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങളാണോ ഇത്രയും അട്ടർ ബ്ലണ്ടർ പറയുന്നത്? എത്രയോ വീഡിയോസ് ഇതുപോലെ പെൺകുട്ടികൾ ഷൂട്ട് ചെയ്തേക്കുന്ന വീഡിയോസ് നെറ്റിൽ ഉൾപ്പെടെ കിടക്കുന്നുണ്ട്. അതിൽ എപ്പോഴെങ്കിലും വീഡിയോ എടുക്കണം കണ്ടിട്ട് അവരവിടെ നിന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അവരവിടെ എസ്കേപ്പ് ആവാൻ നോക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ റിയാക്ട് ചെയ്തിട്ട് ഇറങ്ങി ഓടും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവർ ഈ ബസ്സിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ അവർ റിമൂവ് ചെയ്ത് എന്നിട്ട് അവരുടെ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ട് അയാളെ വീണ്ടും മോശക്കാരനാക്കി കാണിച്ചു. അയാൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് ഉൾപ്പെടെ. ഇവനെല്ലാം മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരോടും പിന്നെ ആ സൈക്കോളജി ചേച്ചിയുടെ അടുത്ത് കൂടി പറയണം, ആ മനുഷ്യൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു. അയാൾക്കൊരു കുട്ടിയുണ്ട്, ഒരു സെയിൽസ് പേഴ്സൺ ആണ്. ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ബാഗാണ് കയ്യിലുണ്ടായിരുന്നത്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടതും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതും. അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല. കാര്യം അത്രക്കും മനക്കെട്ടിയുള്ള ഒരു മനുഷ്യനല്ല അത്. ശപിക്കാണ്ടോ ഞാൻ തന്നെ? ചത്താലും നീ പുഴുത്തേശാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേശാവൂ. ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാ. ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങളും തന്നതേ ചോറ് തന്നെയാ. ഞാൻ വെറും ആണെന്ന് കരുതിയാടാ നീ. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. മാഡം, ഇനി നിങ്ങൾ ഇതിനെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് അനുഭവം ഉണ്ടായെങ്കിൽ പോലും നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് ഒരു തീർന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇനി അയാളുടെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? ആ കുട്ടിയുടെ അച്ഛൻ അത് നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും.